ലിസ്യുവിൽ സെലിഗുരിൻ മരിച്ച ശേഷം ലൂയി മാർട്ടിൻ അലൻസോണിലെ തൻ്റെ വീടും സ്വത്തുക്കളും വിറ്റ് ഏകദേശം 100 കിലോമീറ്റർ അകലെയുള്ള ലിസ്യു നഗരത്തിൽ പോയി ഒരു വീട് മേടിച്ചു. അവിടെയായിരുന്നു സെലിഗുരിൻ്റെ സഹോദരനും കുടുംബവും താമസിച്ചിരുന്നത്. തൻ്റെ 5 പുത്രിമാരെയും കൂട്ടി 1877 നവംബർ 14 പിതാവ് ലൂയി മാർട്ടിൻ അങ്ങോട്ട് താമസം മാറ്റി. ആ വീടിൻ്റെ പേരാണ് ലിബ്യു സോണ. അതിൻ്റെ അർത്ഥം ലിറ്റിൽ ബുഷ്, ചെറിയ വനം എന്നാണ്. ലിസ്യു നഗരത്തിൻ്റെ ഒരു മലഞ്ചെരിവിലാണ് ആ വീട് സ്ഥിതി ചെയ്തിരുന്നത്. ലിസ്യുവിലാണ് അദ്ദേഹം തൻ്റെ മക്കൾക്ക് വിദ്യാഭ്യാസം നൽകിയത്. ലിസ്യുവിലെ കർമ്മല മഠത്തിലാണ് കൊച്ചുത്രേസ്യയും 3 സഹോദരിമാരും അംഗമായി ചേർന്നതും പിന്നീട് വ്രതവാഗ്ദാനം നടത്തി സന്യാസിനികളായി ജീവിച്ചു മരിച്ചതും. കൊച്ചുത്രേസ്യയുടെ ഭൗമിക ശരീരം അടക്കം ചെയ്തിരുന്നതും ലിസ്യുവിലെ കത്തീഡ്രൽ പള്ളിയിലെ സെമിത്തേരിയിലാണ്. അതുകൊണ്ടാണ് കൊച്ചുത്രേസ്യ ലിസ്യുവിലെ വിശുദ്ധ കൊച്ചുത്രേസ്യ എന്ന് അറിയപ്പെടുന്നത്. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യേശുവും ശിയായിരിക്കും സ്തുതിയായിരിക്കും.